ഹായ് അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ഒരു എഗ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു എഗ് ഓംലേറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു എഗ് ഓംലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കേ. ഞാൻ ഇവിടെ 3 എഗ്ഗ് എടുത്തിട്ട് ഇതാ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ സവാളയും കൂടെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാളയിലോട്ട് മാത്രമുള്ളത് ഇട്ട് കൊടുത്താൽ മതിയേ. മുട്ട മിക്സിലൊക്കെ ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണേ. പിന്നെ ഇതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഞാൻ മുട്ടയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിലോട്ട് ഇടുന്നില്ലാത്തതാണ് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കുക. എല്ലാ ഭാഗവും ഒരേ കനത്തിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ലെവലാക്കി കൊടുക്കുകയാണേ. പിന്നെ നമ്മൾ മിക്സാക്കി മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കേ. ഇന്ന് എല്ലാ ഭാഗത്തും ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തും മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതങ്ങനെ എല്ലാ ഭാഗത്തും ഞാനിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കേ. ഇതൊന്ന് അടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അടിഭാഗം കണ്ടോ, സവാളൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരൊറ്റ ഓംലേറ്റ് മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അടുത്ത ഡേ കാണാം. അസ്സലാമു അലൈക്കും.